നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റു കോലഞ്ചേരി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ഞപ്ര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. വാർത്ത കാണാം. മഞ്ഞപ്ര മർച്ചന്റ്സ് അസോസിയേഷൻ ആരംഭം കുറിച്ചിട്ട് 44ാമത് പ്രവർത്തന വർഷത്തിലാണ് നമ്മളിവിടെ ഈ കൊടിമരത്തിന്റെ ചുറ്റും സമ്മേളിച്ചിട്ടുള്ളത്. ഒട്ടേറെ കാലങ്ങൾ കടന്ന് നമ്മൾ ഇന്ന് കാണുന്ന അസോസിയേഷന്റെ പ്രവർത്തന പാന്താവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉച്ചവരെ കുടുംബമേളയും ഉച്ച കഴിഞ്ഞ് നമ്മൾ വാർഷിക പൊതുയോഗവുമായിട്ടാണ് ഈ വർഷത്തെ നമ്മളുടെ വാർഷിക പൊതുയോഗം നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ അംഗങ്ങളെല്ലാം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. ഇനിയും കുറെ പേർ വന്നു ചേരും. നമ്മുടെ ഈ കുടുംബമേള ഔപചാരികമായി ആരംഭം കുറിക്കുന്നത് നമ്മൾ പതാക ഉയർത്തിക്കൊണ്ടാണ്. പതാക ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷന്റെ ബഹുമാനി കച്ചവടത്തിന്റെ പിരിമുറുക്കത്തിൽ ഒരു ദിവസത്തിന്റെ 20 മണിക്കൂറിലധികവും അവന്റെ ആശങ്കകളും ആകുലതകളും കൊണ്ട് ഓരോ ദിവസവും കെട്ടുമറിഞ്ഞ് പിണഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്കൊരു ദിവസം നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം, മക്കളോടൊപ്പം, ഭാര്യമാരോടൊപ്പം, ഭർത്താക്കന്മാരോടൊപ്പം, സഹോദരി സഹോദരന്മാരോടൊപ്പം ഒരുമിച്ച് ചേരുന്നതിനും നമുക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയുന്നതിനും ഒരു കുടുംബം എന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് ഇത്തരത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ കുടുംബമേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്ര മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു ദിവസം, അത് നമ്മുടേതായ ഒരു ദിവസം രാവിലെ മുതൽ നമുക്ക് പള്ളി തിരുനാളുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ട്. നമുക്ക് ഒത്തിരി ഗസ്റ്റുകൾ ഉണ്ടാവും. നമുക്ക് കുടുംബിനികൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് പള്ളിയിൽ പോകാനായിട്ടൊന്നും ഒരു സമയം ഉണ്ടാകും. നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ കുടുംബമേള എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ എവിടെ അറേഞ്ച് ചെയ്യുന്നു അവിടേക്ക് വെറുതെ വന്നാൽ മതി. ഒത്തിരി കലാപരിപാടികൾ, നല്ല ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് നമ്മുടെ എന്നുള്ളൊരു തോന്നലുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി, ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നമ്മുടെ ബാക്കി അംഗങ്ങളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സംഘടനയെ സംബന്ധിച്ചോളം കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യം, ഇപ്പോൾ കുടുംബാംഗങ്ങളും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ അതിനൊരു സുഖമുണ്ട്. അവർ എന്ത് കച്ചവടം, എന്ത് സംഘടന എന്നുള്ള മട്ടിലൊക്കെ ആയിരിക്കും വീട്ടിലിരുന്നൊക്കെ പറയണം. രാവിലെ ഭർത്താക്കന്മാരൊക്കെ കടയിലേക്ക് പോയി എന്താ ഇത് സംഘടന എന്താണെന്നൊന്നും അറിയില്ല. സംഘടനയെ പറ്റി തന്നെ ഞാൻ പറയാം. കേരളത്തിലെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് കേരളത്തിലെ വ്യാപാരി സമൂഹം അനുഭവിച്ച ദുഃഖദുരിതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടറിവും കണ്ടറിവും ഉണ്ടാകും. നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് 2 പ്രളയവും 3 കോവിഡ് വ്യാപനവും കഴിഞ്ഞ് 7 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹം അവരുടെ ക്രയശേഷി 50% താഴേക്ക് പോയൊരു കാലഘട്ടമാണ്. ബഡ്ജറ്റഡായിട്ട് ജീവിച്ചു പോകുന്ന, വരുമാനത്തിനോട് ചിട്ടപ്പെടുത്തി മറ്റു ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് കുടുംബവും കുഞ്ഞുങ്ങളെയും എല്ലാം പരിപാലിക്കുന്ന ഈ വ്യാപാര
കൂട്ടം സത്യത്തിൽ അർത്ഥപ്രാണരായി കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയാം, പരിഗണന കച്ചവടത്തിന് കൊടുക്കണം. എങ്ങനെ പരിഗണന കൊടുക്കുക? നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയിൽ ഒരു ഈച്ച വന്ന് വീണാൽ നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാണ്ടിരിക്കോ? എന്താ ചെയ്യുക? വേഗം പറഞ്ഞ് ഞാൻ വേഗം പോകും, അല്ലെങ്കിൽ പിന്നെ സമയം പോകും. സമയമില്ല ഓൾറെഡി. എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ലേ? ചായ കളയോ? അങ്ങനെയാണ് ഇവർ പറയണത്. ശരിയാണോ? കളയോ? കളയും. അതേ ചായ ഒരു ഗ്ലാസ് കള്ളിലാണ് വീണെങ്കിലോ എന്താ കളയാ? ഒരു പ്രത്യേകത മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. മറ്റേ ഓണാഘോഷത്തിന് വന്നപ്പോൾ നേരത്തെ റിയാസൊക്കെ പറഞ്ഞ പോലെ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ്. അതുപോലെ തന്നെ പ്രതിഷേധ സംഗമത്തിലാണെങ്കിലും രാവിലെ 8 തൊട്ട് കടകളൊക്കെ അടച്ച് ഇവിടുത്തെ വ്യാപാരികളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ആ ഒരു പ്രകടനം നടത്തി നമ്മൾ ചന്ദ്രപുര ജംഗ്ഷനിൽ ആ പ്രതിഷേധ യോഗം നടത്തി. ഇന്നിവിടെ വരുമ്പോഴും ഞാൻ ആലുവ മണ്ഡലത്തിൻ്റെ ഭരണാധികാരിയാണ്, അങ്കമാലി നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതാണ്ട് 40ഓളം യൂണിറ്റുകൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. അവിടെ ഒന്നും കാണാത്ത ഒരു കൂട്ടായ്മ ഈ മഞ്ഞപ്പുറം മർച്ചൻ്റ് അസോസിയേഷൻ കാണുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമാണ്. നിങ്ങളൊരു ഡേറ്റ് ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും. എന്നാണ് അടുത്ത 2 വർഷം തീർന്നത്. ആ പ്രസിഡന്റിനെ മാറ്റാനല്ലാട്ടോ, കുടുംബമായിട്ട് നിങ്ങൾക്ക് വന്ന് ഈ പരിപാടിയിൽ നിങ്ങളുടെ കൊച്ചു പരിപാടികൾ അവതരിപ്പിക്കാനും അവസരം തരുവാനും ഞാൻ ഈ പരിപാടികളൊക്കെ വീക്ഷിക്കുന്നു. നല്ലപോലെ പാടുന്നു. ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ജോളി മാടൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പറഞ്ഞു, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ 7 വർഷത്തും ഈ സംഘടനയെ നയിക്കാൻ സാധിച്ച കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാരണം ഞാനും ജോളി മാടനൊക്കെ ഒരേ ടൈമിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ വന്നത്. കാരണം ഞാൻ തുറവൂർ യൂണിറ്റിൻ്റെ പ്രസിഡന്റും അദ്ദേഹം മഞ്ഞപ്പുറ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ആയത് ഒരേ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ തവളപ്പാറ ഉണ്ടായൊരു വിഷയത്തിൽ ഞാൻ ഒരു യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് പോലും, കാരണം നിയോജകമണ്ഡലം ഭാരവാഹികൾ ഒന്നുമുണ്ട്, ജില്ലാ ഭാരവാഹികൾ ഒന്നുമുണ്ട്. പക്ഷേ തൊട്ടടുത്ത യൂണിറ്റ് എന്ന ലെവലൊരു പരിഗണന തന്ന്, പുതിയൊരു പ്രസിഡന്റ് എന്ന ലെവലൊരു പരിഗണന തന്ന് എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത് ഇപ്പോഴും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. രാവിലെ മുതൽ ഞങ്ങൾ പരിപാടികളൊക്കെ ആയിട്ട് ഈ ദിനം ശരിക്കും ആഘോഷിച്ച് ആനന്ദിക്കുകയാണ്. എന്തായാലും ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്ത ജോളി മാടൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളോടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മഞ്ഞപ്പുറ യൂണിറ്റിൻ്റെ നെടുന്തൂണായ ജോളി മാടൻ്റെ 15 വർഷത്തെ പ്രവർത്തന ഫലമായി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ജോളി മാടൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പറഞ്ഞു, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ 7 വർഷത്തും ഈ സംഘടനയെ നയിക്കാൻ സാധിച്ച കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാരണം ഞാനും ജോളി മാടനൊക്കെ ഒരേ ടൈമിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ വന്നത്. കാരണം ഞാൻ തുറവൂർ യൂണിറ്റിൻ്റെ പ്രസിഡന്റും അദ്ദേഹം മഞ്ഞപ്പുറ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ആയത് ഒരേ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ തവളപ്പാറ ഉണ്ടായൊരു വിഷയത്തിൽ ഞാൻ ഒരു യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് പോലും, കാരണം നിയോജകമണ്ഡലം ഭാരവാഹികൾ ഒന്നുമുണ്ട്, ജില്ലാ ഭാരവാഹികൾ ഒന്നുമുണ്ട്. പക്ഷേ തൊട്ടടുത്ത യൂണിറ്റ് എന്ന ലെവലൊരു പരിഗണന തന്ന്, പുതിയൊരു പ്രസിഡന്റ് എന്ന ലെവലൊരു പരിഗണന തന്ന് എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത് ഇപ്പോഴും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മഞ്ഞപ്പുറ യൂണിറ്റിൻ്റെ നെടുന്തൂണായ ജോളി മാടൻ്റെ 15 വർഷത്തെ പ്രവർത്തന ഫലമായി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാന്തി തങ്കക്കുരിശിൻ
चलियों के मुस्कान है तेरा देखते रूप तेरा देखते कुदरती है Illuminati, Illuminati, Annantani Nadan Kolavalluminati, Illuminati, Illuminati, Annantani Nadan Kolavalluminati. വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ കെട്ടി പുല്ലൊരുങ്ങ പന്തുകൊട്ടി കാലം വെച്ച് കുഞ്ഞിക്കോളം മടിച്ചോടിക്ക കാലമടിക്കാതെ കണ്ണിൽ വിളിക്കുന്ന